യെശയ്യാ 62 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സിയോൻ്റെ ന്യായം പ്രഭാതം പോലെയും ജെറുസലേമിൻ്റെ രക്ഷ ജ്വലിക്കുന്ന പന്തം പോലെയും പ്രകാശിക്കുന്നതുവരെ അവളെ പ്രതി ഞാൻ നിഷ്ക്രിയനോ നിശ്ശബ്ദനോ ആയിരിക്കുകയില്ല. ജനതകൾ നിൻ്റെ നീതീകരണവും രാജാക്കന്മാർ നിൻ്റെ മഹത്വവും ദർശിക്കും. കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും. കർത്താവിൻ്റെ കൈകളിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും. നിൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും. പരിത്യാഗിയെന്നും നീയോ വിജനം എന്ന് നിൻ്റെ ദേശമോ ഇനിമേൽ പറയപ്പെടുകയില്ല. എൻ്റെ സന്തോഷം എന്ന് നീയും വിവാഹിതയെന്ന് നിൻ്റെ ദേശവും വിളിക്കപ്പെടും. എന്നാൽ കർത്താവ് നിന്നിൽ ആനന്ദം കൊള്ളുന്നു. നിൻ്റെ ദേശം വിവാഹിതയാകും. യുവാവ് കന്യകയെന്ന പോലെ നിൻ്റെ പുനരുദ്ധാരകൻ നിന്നെ വിവാഹം ചെയ്യും. മണവാളൻ മണവാട്ടി എന്ന പോലെ നിൻ്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ അനന്തമായ പരിപാലനയും സംരക്ഷണവും എനിക്ക് തന്നതിന് നന്ദി പറയുന്നു. ഈശോയെ, ഈ കഴിഞ്ഞ കഷ്ടതകളുടെയും ക്ലേശങ്ങളുടെയും ദുരിതങ്ങളുടെയും എല്ലാം മായിച്ച് ഈശോ എന്നെ ഒരു പുതിയ പേരിൽ അറിയപ്പെടും. ഞാൻ ഏതെല്ലാം രീതിയിലാണോ ഈ ദേശത്ത് അപമാനിതയായത് അതെല്ലാം മാറ്റി കർത്താവ് തരുന്ന പേരിൽ ഞാൻ അറിയപ്പെടുമെന്ന് ഈശോ വചനത്തിലൂടെ വിശ്വസിക്കൂ മക്കളെ. നിന്നെ ഏത് പേരിലാണ് അപമാനപ്പെടുത്തിയത്, അത് നിൻ്റെ ശത്രുക്കൾ അപമാനപ്പെടുത്തിയ പേരിനെ കർത്താവ് കത്തിച്ച് ചാമ്പലാക്കി കർത്താവ് തരുന്ന പേരിൽ നീ അറിയപ്പെടുമെന്ന് വചനത്തിലൂടെ ഈശോ നമ്മോട് വെളിപ്പെടുത്തുന്നുണ്ട്. കർത്താവിൻ്റെ വചനത്തിൻ്റെ ലഹരിയിലാണ് ഞാൻ. ദൈവവചനം എന്ന് പറയുന്നതും ബൈബിൾ എന്ന് പറയുന്നതും എനിക്കൊരു ലഹരിയാണ്. ഒരു കുടിയൻ എങ്ങനെയാണ് മദ്യപിക്കാതെ ഇരിക്കാൻ അവന് സാധ്യമല്ല. അവന് മദ്യം കാണുമ്പോൾ ഒരു ആക്രാന്തമില്ലേ, അതുപോലെയാണ് എനിക്ക് ദൈവവചനം കാണുന്നത്. ഈശോയെ, മക്കളെ, നിങ്ങൾക്കും അങ്ങനെ സാധിക്കും. നിങ്ങൾ ഒരു ദിവസം പോലും വചനം വായിക്കുവാൻ മുടക്കരുത്. ദൈവത്തിൻ്റെ കയ്യിലെ ഒരു രാജകീയ മകുടമാണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇത്ര മനോഹരമായി നിന്നെ ആശ്വസിപ്പിക്കുവാനും നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷയും ആ സ്നേഹവും വെളിപ്പെടുത്തുന്ന മറ്റാരാണ് നിനക്കുള്ളത്? നിനക്ക് എത്ര വലിയ കൂട്ടുകാരോ സ്നേഹിതനോ മക്കളോ ആരുമാകട്ടെ, നിന്നെ ഇത്രയും കാര്യമായിട്ട് നിന്നെ വർണ്ണിക്കാനോ ദൈവത്തിൻ്റെ ആ സ്നേഹ വലയത്തെ പറയുവാനോ മറ്റാർക്കും ഭൂമിയിൽ സാധ്യമല്ല. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം, ദൈവം ഏതെല്ലാം രീതിയിലാണ് നിന്നെ വർണ്ണിക്കുന്നതെന്ന് നീ ഈ വചനം ഒന്ന് വായിച്ച് ധ്യാനിച്ച് നിൻ്റെ നിയോഗം സമർപ്പിച്ച് ആ കർത്തൃകരങ്ങളിലേക്ക് കൊടുക്കുക. നിൻ്റെ പൊന്നോമന പുത്രനായി നിന്നെ സ്വീകരിക്കുന്ന ഈശോയ്ക്ക് നന്ദി പറയുന്നു. ആമേൻ.